ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഉമ്മള്ളി ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ഐസ്ലൻഡിൽ നമ്മൾ സ്റ്റേ ചെയ്ത റൂമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെ, ലീഫോർ ഇറിക്സൺ എന്നാണ്. ഇതാണ് ഹോട്ടലിൻ്റെ പേര് വന്നിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ ഒരു നൈറ്റാണ് ഇവിടെ സ്റ്റേ ചെയ്തത്. അതായത് ഇന്ന് ഈവനിങ് കയറി ഇന്ന് നൈറ്റ് നിന്ന് പിറ്റേ ദിവസം 11 ആണ് കേട്ടോ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യേണ്ട ടൈം വരുന്നത്. 140 അല്ലേ, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് രണ്ടുപേർ കൂടി വന്നേക്കുന്നത് ഈ ഒരു റൂമിൽ. നമ്മൾ നോർമൽ റൂമാണ് ബുക്ക് ചെയ്ത് ഇവിടെ വന്നപ്പോൾ റിസപ്ഷനിലിരിക്കുന്ന ലേഡി നമ്മളോട് പറഞ്ഞു നമുക്ക് ഫ്രീ ആയിട്ട് ഒരു അപ്ഗ്രേഡ് തരാം, നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ലാൻഡ്മാർക്ക് കിടിലം ഒരു ലാൻഡ്മാർക്കിൻ്റെ വിൻഡോ വ്യൂ അതിൻ്റെ കിട്ടും എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇത് സംഭവം ഉണ്ടോ, ഇവിടുത്തെ ഫേമസ് ഒരു ചേർച്ചാണ്. 244 ഫീറ്റ് എന്ന് വരുന്നുണ്ട് കേട്ടോ. ഹദ്ഗ്രീമർ കിർക്കിയ എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു പള്ളീനെ വന്നിട്ട് ഇവിടെ ഫേമസ് ആണ്, അടിപൊളിയാട്ടോ. എല്ലാവരും ഈ ഒരു സ്ഥലം കാണാനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വിൻഡോയിൽ നമുക്ക് കാണുകയും ചെയ്യാം. രാവിലെ ആണെങ്കിൽ നല്ല കിടിലം വ്യൂ ആയിരിക്കും, രാത്രിയും ലൈറ്റപ്പ് ചെയ്തിട്ട് ഒരു പ്രത്യേക ഭംഗിയായിട്ട് ഈ പള്ളി കാണാൻ വേണ്ടിയിട്ട്. ഹദ്ഗ്രീമർ കിർക്കിയ, അതായത് ചേർച്ച് ഓഫ് ഹദ്ഗ്രീമർ എന്നാണ് കേട്ടോ പറയുന്നത്. അതൊരു റിലീജിയസ് പോയറ്റിൻ്റെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. അതല്ല നമ്മുടെ മെയിൻ സംഭവം. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവം കേട്ടോ. ഒരു എനിക്ക് തോന്നുന്നു കിങ് സൈസോ ക്യൂൻ സൈസാണെന്ന് തോന്നുന്നു അല്ലേ ബെഡ് വന്നിട്ട്. രണ്ടുപേർക്ക് കിടക്കാൻ ധാരാളമാണ്. പിന്നെ സൈഡിലൊരു കുഞ്ഞ് സ്റ്റൂളിൽ സൈഡ് ലാമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്, നമുക്ക് കിടിലൊരു വ്യൂ കിട്ടും ഈ ഒരു ചേർച്ചിന്. പിന്നെ നല്ല ക്യൂട്ട് ഒരു ബട്ടർഫ്ലൈയുടെ ഒരു പെയിൻറ്റിങ് വന്നിട്ടുണ്ട്. ഉള്ളിൽ കയറും, പുറത്ത് നല്ലതാണ്. ഇപ്പോൾ ഉള്ളിൽ കയറി കഴിയുമ്പോൾ നല്ല ചൂടാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ലാഡർ പോലെ ഇങ്ങനെ ക്ലോത്ത്സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, കുളി കഴിഞ്ഞിട്ടാണെങ്കിലും ടവൽസൊക്കെ ഇടാം. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവരുടെ തന്നെ ഒരു ഇതുണ്ടോ, ലീഫോർ ഇറിക്സൺ ഹോട്ടലിൽ നിന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അവർ ഹെയർ ഡ്രയറാണ് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കണ്ടോ, ഹെയർ ഡ്രയറുണ്ട് ഇവിടെ. ഹെയർ ഡ്രയർ നല്ലതാണ്, കാരണം ഇവിടെ മഴയൊക്കെ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് യൂസ് ചെയ്യാം ഹെയർ ഡ്രയർ. അപ്പോൾ ഇതാണ് ഈ ഒരു ലാഡറിൽ നമുക്ക് ഡ്രസ്സും അതിങ്ങനത്തെ സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ വെക്കാം. ഇവിടെ ഒരു വലിയ മിറർ വന്നിട്ടുണ്ട്, ഒരു ഫുൾ സൈസ് മിറർ. ഫുൾ സൈസ് തന്നെ പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുന്ന ആളെ കാണണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ രണ്ട് സൈഡിലും ഒരു സൈഡ് ലാമ്പ് വെച്ചിട്ടുണ്ട്, ബെഡ് സൈഡ് ലാമ്പ്. പിന്നെ നമുക്ക് ലഗേജ് വെക്കാൻ ഇതുപോലെ ഒരു ബെഞ്ച് പോലെ ഇട്ടിട്ടുണ്ട്, ഇരിക്കുകയും ചെയ്യാൻ തോന്നുന്നു വേണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ബാഗുകൾ വെച്ചിട്ടുണ്ട്, ഒരു ടി വി നോർമൽ. പിന്നെ ഒരു ചെറിയൊരു വാർഡ്രോബ് പോലെ നമ്മുടെ ക്ലോത്ത്സ് ഇടാൻ ഒരു ഹാങ്കറും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലഗേജും സംഭവങ്ങളൊക്കെ വെക്കാനും പിന്നെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് സിമ്പിൾ. പിന്നെ ഐസ്ലാൻഡിൽ നമ്മളെ പിന്നെ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് UK യൂസ് ചെയ്യുന്ന പിന്നല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. റൗണ്ട് ടൈപ്പാണ് ഇവിടുത്തെ ഒരു പ്ലഗ് പോയിൻ്റ് വന്നിട്ട്. കണ്ടോ, നല്ല വ്യത്യാസമുണ്ട്. പ്ലഗ് പോയിൻ്റ് ഇങ്ങനെ ഒരു റൗണ്ടിൽ 2 ഹോൾ വന്നിട്ട് അങ്ങനെയാണ് പ്ലഗ് പോയിൻ്റ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ആനിമൽ പ്രിൻ്റുള്ള ഒരു ചെയർ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല കിടിലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ ആ പള്ളിയുടെ സൈഡ് വശമാണ്. ഇവിടെ ഒരു കഫേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ വേഗം അങ്ങോട്ട് ഇറങ്ങി പോകാം. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കുന്നു മാത്രം. പിന്നെ ഒരു സിമ്പിളായിട്ടൊരു വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെയും ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞൊരു സ്പേസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ, അതായത് ഇവിടെ വെള്ളം പോകാൻ വേറെ സ്പെഷ്യലായിട്ട് ടൈലോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇവരിട്ടിട്ടില്ല. ഇങ്ങനെയാണ് ഒരു വാഷ് ഏരിയ വന്നിട്ട്. കണ്ടോ, ചില്ലുണ്ട്. ഈ ഒരു കർട്ടൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. വെള്ളം വീഴുമ്പോൾ ഇങ്ങോട്ടും വീഴും. ഈ കർട്ടൻ ഇങ്ങനെ ഇട്ടിട്ട് കുളിക്കുക. ഭയങ്കര ചെറിയൊരു ഏരിയ ആണ്. പിന്നെ ഇവിടെ 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമുക്ക് വെള്ളം കുടിക്കേണ്ടത് ഈ പൈപ്പിൽ നിന്ന് തന്നെയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ വേറെ വെള്ളം തന്നിട്ടില്ല അവർ നമുക്ക്. പിന്നെ ടോയ്ലറ്റ്, നോർമൽ ക്ലോസറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ടർക്കി സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഷാംപൂ സോപ്പും വെച്ചിട്ടുണ്ട്, ഒരു മിററും നോർമൽ. അപ്പോൾ ഇതാണ് വരുന്നത് ബാത്റൂം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു ബെഡ്റൂം വന്നിട്ട്. അപ്പോൾ നല്ലതാട്ടോ അത്യാവശ്യം. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഈ മെയിൻ ലാൻഡ് മാർക്കിലൊക്കെ കഷ്ടപ്പെട്ട് നടന്നു വരുന്ന സമയത്ത് നമുക്കിവിടെ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ലതാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു ഹോട്ടൽ റൂമിൽ ശരിക്കും Airbnb-യുടെ ഒരു ഫീലാട്ടോ വരുന്നത്. ശരിക്കും നമ്മൾ ഇവിടേക്ക് ഇരിക്കാൻ പറ്റും. ഇതുപോലെ അവരിങ്ങനെ ചെറിയൊരു കൗച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കപ്പോൾ ഇരുന്ന് സംസാരിക്കാനും ഇതിനൊക്കെ ആണെങ്കിൽ നല്ല കംഫർട്ടായിരിക്കും. അതുപോലെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊന്നുമല്ല, ഇതിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് ശരിക്കും നല്ല കിടിലം വ്യൂ കിട്ടും കേട്ടോ. ഒരു ബാൽക്കണി സെറ്റപ്പ് കണ്ട, കുറച്ച് ഇങ്ങനത്തെ പ്ലാന്റ്സും ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ നമുക്ക് ഒരു ജസ്റ്റ് ഒരു ലോഞ്ച് പോലെ സെറ്റ് ചെയ്തേക്കാണ് അവർ. പ്ലസ് നമുക്ക് ബാൽക്കണി വ്യൂവും കിട്ടും കിടിലമായിട്ട് കേട്ടോ. ഇത്ര കിടിലം വ്യൂ എവിടെ നിന്നാണ് കിട്ടുക? നമ്മുടെ ഈ പള്ളിയുടെ കണ്ടോ, ഈ ഒരു ബാൽക്കണി. മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് കണ്ടോ. ആ ഒരു കിർക്കിയ, അതായത് നമ്മുടെ ഹദ്ഗ്രീമർ
കിർക്കിയ. ആ കിർക്കിയ ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുള്ളൂ, ഇത്ര ഓപ്പോസിറ്റ് ആയിട്ട് അല്ലേ. വേറെ ഹോട്ടൽസൊന്നും ഇല്ല ഇത്രയും വ്യൂ കിട്ടുന്നൊരു ഹോട്ടൽ. അപ്പുറത്തൊക്കെ വേറെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഇറിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിടിലൻ വ്യൂ ആയിരിക്കും. സ്പെൻഡ് ചെയ്യാനാണെങ്കിലും 140 ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് 7 മണി തൊട്ട് 9 മണി വരെയാണ് വരുന്നത്. ഇൻക്ലൂഡിങ് അല്ലാണ്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഗൈസ്, നമ്മുടെ റൂമിന് താഴേക്ക് വന്നേക്കോട്ടെ. ഇവിടെ നമുക്ക് കോഫി ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റും, ഉണ്ടാക്കി കുടിക്കാം. ഇവിടെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ ആ ഒരു പൗഡർ വെച്ചിട്ടുണ്ട്, അവർ ഷുഗർ വെച്ചിട്ടുണ്ട്, വേറെ ബ്രൗൺ ഷുഗർ, അങ്ങനെ കോഫി ടീ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഹണി വരെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മെഷീനിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ഉണ്ടാക്കി കുടിക്കാം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു സ്ഥലമാണിത്. നല്ല അടിപൊളി ഏരിയ ആയിട്ട്, ഇത്രയും വൃത്തിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും നിലവിളക്കാണോ ഇരിക്കുന്നത് നോക്ക്, അതുപോലെ ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ പല പല സെറ്റ് നിലവിളക്ക് പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 7 മണി തൊട്ട് 9 മണി വരെ ഇവിടെയാണ് വരുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, അടിപൊളി ഒരു ഏരിയ കേട്ടോ. ഇതൊക്കെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയാണ്. താഴേക്ക് ഇറങ്ങി പോകാനും പറ്റും കേട്ടോ. അതുപോലത്തെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇതൊക്കെ ഇട്ടിട്ട് നോക്ക്, ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ താഴേക്ക് ഇറങ്ങി കാണിച്ചു തരാം. ഓ അടിപൊളി കേട്ടോ. അല്ലേ, ശരിക്കും പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫീലാണ് വരുന്നത് അല്ലേ. ഉള്ളിൽ കയറി, കാരണം ഇതുപോലെ കണ്ടിട്ടില്ല. ഇതുപോലെ റെസ്റ്റോറൻറ്റ്സിൽ പല സ്ഥലത്ത് താമസിച്ചിട്ടുണ്ടെങ്കിലും ഹോട്ടൽസിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഏരിയകൾ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നാളെ മോർണിംഗ് വരുമ്പോൾ ചിലപ്പോൾ കാണിക്കാൻ പറ്റില്ല, കാരണം കുറച്ച് റഷായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു ഏരിയ. അപ്പോൾ ഇനി കോഫി ഉണ്ടാക്കി കുടിക്കട്ടെ കേട്ടോ. ഇതാണ് റിസപ്ഷൻ ഏരിയ വന്നിട്ട് താഴെ കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ പുറത്തേക്ക് നേരെ ഇറങ്ങിയിട്ട് ആ പള്ളി നേരെ കാണുന്നത് ഇവിടെ നിന്നാണ്.